ദൈവത്ര വിശ്വസ്തനാണ്. ഈ 9-ാം മാസത്തിൻ്റെ 2-ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. ദൈവത്തിൻ്റെ വിശ്വസ്തത പരിചയമായിരുന്നു. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, ഞാൻ നിൻ്റെ അതിമഹത്തായ പ്രതിഫലമാണ്, ഞാൻ നിൻ്റെ പരിചയമാണ്. 2 കാര്യത്തിൽ അബ്രഹാമിന് വിഷമമുണ്ടായിരുന്നു. അബ്രഹാം ഏത് വിഷയത്തിൽ വിഷമിച്ചിരിക്കുന്നുവോ ആ വിഷയത്തിന് മറുപടിയാണ് ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്. ഒന്ന്, ഞാൻ നിൻ്റെ പരിചയമാണ്. അത് 15-ാം അധ്യായത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയാൻ കാരണം, ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ അബ്രഹാം പല രാജാക്കന്മാരെ 4 രാജാക്കന്മാരെ തോൽപ്പിച്ച് അവരുടെ കയ്യിൽ നിന്ന് 5 രാജാക്കന്മാരെ മോചിച്ച് അവർ കൊള്ളയടിച്ചു കൊണ്ടുപോയ എല്ലാ കൊള്ളകളും തിരിച്ചു കൊണ്ടുവന്നു. മാത്രമല്ല ആ രാജാക്കന്മാരുടെ സമ്പത്തും അബ്രഹാം കൊണ്ടുവന്നു. അങ്ങനെ 9 രാജ്യത്തിൻ്റെ കൊള്ള സമ്പത്തുമായിട്ട് വന്ന അബ്രഹാം അതിനകത്തൊരു ചെരുപ്പോ ചെരുപ്പിൻ്റെ വാറോ എടുക്കാതെ മുഴുവനും ജനങ്ങൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ അവകാശികൾക്ക് കൊടുത്തു, അല്ലെങ്കിൽ പിടിക്കപ്പെട്ട രാജാക്കന്മാർക്ക് കൊടുത്തു. അതിനകത്ത് സോദോം രാജാവ് പറഞ്ഞു, സമ്പത്തെല്ലാം നീ എടുത്തോ, 9 രാജ്യത്തിൻ്റെ സ്വത്ത് നീ എടുത്തു. 9 രാജ്യത്തിലെ ചിലരുടെ സ്വത്തല്ല, 9 രാജ്യത്തിൻ്റെ സമ്പത്ത് ഒരു മനുഷ്യൻ്റെ കയ്യിൽ വന്നെന്ന് ബൈബിൾ വായിക്കുമ്പോൾ അതിശയിക്കുന്നൊരു വാർത്തയാണ്. എന്നാൽ അബ്രഹാം പറഞ്ഞു, ഈ 9 രാജ്യത്തിൻ്റെ സമ്പത്ത് എനിക്ക് വേണ്ട. ഒരു രാജ്യത്തിൻ്റെ സമ്പത്തുള്ള ആരും ഇന്ന് ഈ ഭൂമിയിലില്ല. എന്നാൽ ആ കാലത്ത് 9 രാജ്യത്തിൻ്റെ സമ്പത്ത് ഒരു മനുഷ്യൻ്റെ കയ്യിൽ വന്നിട്ട് വേണ്ടെന്ന് പറഞ്ഞു. അടുത്തത്, അബ്രഹാം ആ രാജ്യങ്ങളെ എല്ലാം ജയിച്ചടക്കി വന്നു. ദൈവസനിൽ സ്വത്ത് വേണ്ട എന്ന് പറഞ്ഞു. എൻ്റെ കൂടെ വന്ന മമ്രെ പോലെയുള്ള ചിലർക്ക് അവർക്ക് മാത്രം കൊടുക്കേണ്ടത് അവർക്ക് കൊടുത്താൽ മതി, ആ കൊള്ളയുടെ പങ്ക് അവർക്ക് കൊടുക്കാൻ പറഞ്ഞു. അബ്രഹാമിൻ്റെ കൂടെ വന്നവർ പോലും വലിയ സമ്പന്നരായി മാറി. വെറുതെ ഒന്നുമല്ല അബ്രഹാം പാർത്ത ആ നാട്ടിൽ ഇതുപോലെ അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടത്. 18-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന മമ്രയുടെ തോപ്പിൽ, മമ്രയൊക്കെ യുദ്ധത്തിന് കൂടെ വന്ന ആൾക്കാരാ, മമ്രയുടെ തോപ്പിലാണ് അബ്രഹാം പാർക്കുന്നത്. അബ്രഹാം കാരണം മമ്രയൊക്കെ വലിയ സമ്പന്നനായി മാറി. നമ്മൾ ആരുടെ കൂടെയാണോ നടക്കുന്നത് അവർ സമ്പന്നരെങ്കിൽ നമ്മൾ സമ്പന്നരാകും. ജ്ഞാനികളോടുകൂടെ നടന്ന നമ്മൾ ജ്ഞാനിയാകും. അബ്രഹാം അടുത്ത അധ്യായത്തിൽ അവൻ പേടിച്ചു. കാരണം ഈ രാജ്യത്തെ തോൽപ്പിച്ചിട്ടാണ് അബ്രഹാം തിരിച്ചു വന്നത്. ഇനി വല്ല യുദ്ധമുണ്ടാകുമോ? എന്നാൽ അബ്രഹാമേ, ഞാൻ നിന്റെ പരിചയമാണ്. ദൈവം അബ്രഹാമിനെ ധൈര്യപ്പെടുത്തുന്നു. അടുത്തത്, അബ്രഹാമേ, ഞാൻ നിന്റെ പ്രതിഫലമാണ്. നിനക്ക് തലമുറയാണോ, നിനക്ക് ജീവിതത്തിൽ നിന്റെ ഭാവിയാണോ, എല്ലാം ഞാനാണ് പ്രതിഫലം തരുന്നത്. 17-ാം അധ്യായത്തിൽ ദൈവം പറയുന്നു, അബ്രഹാമേ, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്, എൽ ഷദായിയാണ്. നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനാണ്. ഓരോ അധ്യായത്തിലും 22-ാം അധ്യായത്തിൽ നിന്റെ സ്വന്തം മകനെ പോലും തരാൻ നീ മടിക്കായികൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. അബ്രഹാമിനോട് എപ്പോഴും ദൈവം ഓരോ വാക്ക് പറഞ്ഞ് അവനെ അങ്ങോട്ട് ബലപ്പെടുത്തുകയാണ്, അവനെ ഉത്സാഹിപ്പിക്കുകയാണ്, അവനെ ധൈര്യപ്പെടുത്തുകയാണ്. അവൻ ക്ഷീണിക്കാൻ ദൈവം വിട്ടുകൊടുക്കുന്നില്ല. അവൻ ബലമില്ലാത്തവർക്ക് ബലം നൽകുന്നു, ശക്തിയില്ലാത്തവർക്ക് ശക്തി നൽകുന്നു. ഇത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ഒരാൾ പോലും, ദൈവത്തിന് വിളികേട്ട ഒരാൾ പോലും ക്ഷീണിച്ചിരിക്കുന്നത് കാണാൻ ദൈവത്തിന് ഇഷ്ടമല്ല. ഇത്രയും നല്ല യേശു കർത്താവിനെ സേവിക്കുന്ന നാം എത്രയധികം സന്തോഷിക്കണം. നാം ഒരാൾ പോലും കുലുങ്ങിപ്പോകാൻ കർത്താവ് ഒരു നാളും സമ്മതിക്കില്ല. കർത്താവിൽ ആശ്രയിക്കാം. യേശുവിനെ നമുക്ക് വേണ്ടി ജീവൻ തന്ന് നമ്മെ സകലത്തിലും മതിയായ അനുഗ്രഹത്തിൻ്റെ ഉടമസ്ഥരാക്കി മാറ്റാൻ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങളെല്ലാം ഓർത്ത് നന്ദിയുള്ളവരായി പാടി യേശുവിനെ ആരാധിക്കും. ദൈവത്തിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം ആയതിനാൽ
സ്നേഹകരം ദൈവത്തിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം ആയതിനാഴം ആർക്കു ജീവിത ക്ലേശ ഭാരങ്ങൾ മധ്യേ എൻ ചാരയെത്തും സ്നേഹകരം ഉറ്റവർ നിന്ദിച്ചു തള്ളിയിടുമ്പോ ശിക്ഷ വിധിച്ചു രസിച്ചിടുമ്പോ ഉറ്റവർ നിന്ദിച്ചു തള്ളിയിടുമ്പോ ശിക്ഷ വിധിച്ചു രസിച്ചിടുമ്പോ പെറ്റമ്മ പോലെ കൈകൾ പിടിച്ചു മാറോടണയ്ക്കൂ ക്രൂശിൻ സ്നേഹം പെറ്റമ്മ പോലെ കൈകൾ പിടിച്ചു മാറോടണയ്ക്കൂ ക്രൂശിൻ സ്നേഹം ദൈവത്തിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം ആയതിനാഴം ആർക്കു വർണ്ണിക്കാം ജീവിത ക്ലേശ ഭാരങ്ങൾ മധ്യേ എൻ ചാരയെത്തും സ്നേഹകരം മരുഭൂമിയിൽ വാടിത്തളർന്നിടുമ്പോ ചേതനയറ്റു പതിച്ചിടുമ്പോ മരുഭൂമിയിൽ വാടിത്തളർന്നിടുമ്പോ ചേതനയറ്റു പതിച്ചിടുമ്പോ ഇവൻ നൽകി പുതുശക്തിയേകി ആകാശമധ്യേ ഉയർത്തും സ്നേഹം നന്ദിയപ്പാ പുതുജീവൻ നൽകി പുതുശക്തിയേകി ആകാശമധ്യേ ഉയർത്തും സ്നേഹം ദൈവത്തിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം ആയതിനാഴം ആർക്കു വർണ്ണിക്കാം ജീവിത ക്ലേശ ഭാരങ്ങൾ മധ്യേ എൻ ചാരയെത്തും
യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിലാണ് നമ്മളായിരിക്കുന്നത്. അത് തുടക്കം എങ്ങനെയാണ്? ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. വേറെ വഴിയായി കയറുന്നവൻ, വാതിലൂടെ കയറുന്നവൻ. ഈ വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. അതായത് വേറെ വഴിയായി വരുന്നവൻ, നമ്മുടെ മനസ്സിലൂടെ പിശാച് വന്ന് പ്രവർത്തിക്കും. യേശു ഹൃദയത്തിലേക്ക് വരും, നേരെ വരും. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. യേശു കൊട്ടി നമ്മൾ അനുവാദം കൊടുത്താൽ അകത്ത് വന്ന് അവൻ നമ്മോട് കൂടി അത്താഴം കഴിക്കും, കൂട്ടായ്മ ആചരിക്കും. വെളിപ്പാട് പുസ്തകം 3:20. എന്നാൽ പിശാചിന്റെ ജോലി അനുവാദമൊന്നും ചോദിക്കില്ല. എപ്പോഴും നമ്മുടെ മൈൻഡിൽ കടന്നിങ്ങനെ നെഗറ്റീവ് കാര്യങ്ങളിട്ട് കറക്കും, നമ്മളെ ക്ഷീണിപ്പിക്കാൻ നോക്കും. എന്നാൽ യേശു വന്നാൽ അതൊരു ഫെലോഷിപ്പാണ്, അതൊരു സന്തോഷമാണ്, അതൊരു ബലമാണ്, അതൊരു കൃപയാണ്. നമ്മെ തളർത്തുന്നതെല്ലാം മനസ്സിലൂടെ പിശാച് കൊണ്ടുവരുന്ന ദുഷ്ടതയുടെ പ്രവണതയാണ്. അതിനെ തിരിച്ചറിഞ്ഞ് ശാസിപ്പാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. അടുത്ത വാക്യം, 2-ാം വാക്യം, വാതിലിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകും. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു. തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. വാതിലിലൂടെ കടക്കുന്നവൻ ആടുകളുടെ ഇടയനാണ്. യേശു നമ്മുടെ ഇടയനാണ്. അതുകൊണ്ട് നമ്മെ വാതിൽ തുറന്ന് നമ്മെ പുറത്തു കൊണ്ടുവരികയും വാതിൽ തുറന്ന് നമ്മെ അകത്ത് കയറ്റുകയും ചെയ്യും. അവൻ നല്ല ഇടയനാണ്, ആടുകളുടെ ഇടയനാണ്. 23-ാം സങ്കീർത്തനം ദാവീദ് രചിച്ചു. ആ സങ്കീർത്തനത്തിലെ ഓരോ വാക്യങ്ങളും നമ്മുടെ ജീവനെ സജീവമാക്കുന്ന സങ്കീർത്തനം. കർത്താവ് എൻ്റെ ഇടയനാകുന്നു. 23-ാം സങ്കീർത്തനം ആയിരക്കണക്കിന് ആൾക്കാരാണ് പാട്ടുകളാക്കിയത്. സങ്കീർത്തനങ്ങളുടെ സങ്കീർത്തനമായി 23-ാം സങ്കീർത്തനം മാറാനുള്ള കാര്യം എന്താണ്? അതിൻ്റെ കാരണം അതിൽ മുഴുവനും ഒരു പോസിറ്റീവ് എനർജിയാണ്. എന്നാൽ എല്ലാ സങ്കീർത്തനവും പോസിറ്റീവ് എനർജിയാണോ? അല്ല. അവൻ്റെ കുടുംബം മുടിഞ്ഞു പോകട്ടെ, അവൻ്റെ മക്കള് തകർന്നു പോകട്ടെ, ദാവീദിന് ഇടയ്ക്ക് സങ്കടം വരുമ്പോൾ അങ്ങനെയും പറയും. കാരണം അങ്ങനെ കുറേ വിഷമങ്ങളിലൂടെയൊക്കെ ദാവീദ് കടന്നുപോയി. പിന്നെ അത്രയും വിഷമം വരുമ്പോൾ ആരായാലും പറഞ്ഞു പോകത്തില്ലേ? അങ്ങനെ ദാവീദ് പറഞ്ഞു. എന്നാൽ ദാവീദ് തൻ്റെ ജീവിതത്തിൽ ഒരു കൊച്ചു സങ്കീർത്തനം രചിച്ചതിൽ ഇത്രയും മനോഹരമായ ഒരു സങ്കീർത്തനം, എല്ലാം ഒരു പോസിറ്റീവ് എനർജിയാണ്. യഹോവ എൻ്റെ ഇടയനാണ്, എനിക്ക് മുട്ടുണ്ടാവുകയില്ല. ദൈവമാണ് എന്നെ നടത്തുന്നത്. അവൻ പച്ചയായ പുൽപ്പുറങ്ങളിൽ എന്നെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിന് അരികത്തേക്ക് എന്നെ നടത്തുന്നു. എത്ര നല്ല ഒരു സങ്കീർത്തനമാണ്. 23-ാം സങ്കീർത്തനം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഒരു വലിയ ബലമാണ് നമുക്കുണ്ടാകുന്നത്. കർത്താവിൻ്റെ വചനത്തിലെ ഏത് ഭാഗം വായിച്ചാലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതിനകത്ത് 23-ാം സങ്കീർത്തനം ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്നത് നല്ലതാണ്. കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ എന്നെ കിടത്തുന്നു. പച്ചയായ പുൽപ്പുറങ്ങളിൽ എന്നെ നടത്തുന്നു എന്നല്ല, സ്വസ്ഥതയുള്ള വെള്ളത്തിൽ എന്നെ കിടത്തുന്നു എന്നല്ല. ആടിനെ പിടിച്ച് വെള്ളത്തിൽ കിടത്തി അതിൻ്റെ പരിപാടി തീരും. പച്ചയായ പുൽപ്പുറങ്ങളിലൂടെ നടന്നാൽ പറ്റത്തില്ല, അവിടെ കിടക്കണം, തിന്ന് കിടക്കണം. ഈ കഴിഞ്ഞ ദിവസം എവിടെയാണ്, ഈ ഇംഗ്ലണ്ടിൽ ചെന്നപ്പോൾ അവിടെ ആടുകൾ ഓരോ പച്ചയായ പുൽത്തുകടികളിൽ തിന്ന് കിടക്കുകയാണ്. ഈ ആടിനെ കണ്ടു കഴിഞ്ഞാൽ, അവരുടെ രോമോ കൂടി കണ്ടു കഴിഞ്ഞാൽ ഇത് ആടാണോ പശുവാണോ എന്ന് തിരിച്ചറിയില്ല. കാരണം അവരുടെ പുല്ല് അത്ര പച്ചപ്പാണ്. ആ രാജ്യമൊക്കെ എപ്പോൾ നോക്കിയാലും ഒരു ചാറ്റൽ മഴ, ഏത് നിമിഷവും. അവിടെ ഇന്ന സീസണ് 365 ദിവസവും അവിടെ മഴയാണ്.
അതാ വലിയ മഴയാണോ? ഇല്ല. ഇവിടുത്തെ പോലെ എല്ലാം കൂടി കുത്തി ഒലിച്ചു വരുന്നുണ്ടോ? അതുമില്ല. ചെറിയ ചാറ്റൽ മഴ, എപ്പോഴും ഒരു നനവ് കിട്ടും, എല്ലായിടത്തും ഒരു പച്ചപ്പാണ്. അപ്പം അവിടെ ഇങ്ങനെയുള്ള ദൂര ഭൂപ്രകൃതിയാണ്. സ്വിറ്റ്സർലൻഡ് പോലെയുള്ള രാജ്യങ്ങൾ, അതുപോലെ ഭൂമിയിലെ ഒത്തിരി സ്ഥലങ്ങൾ, ദൈവം സൃഷ്ടിച്ച എല്ലാ സ്ഥലങ്ങളിലും മനോഹരമായ പുൽത്തകിടികളുണ്ട്. ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി കരുതുന്ന കരുതൽ എത്ര വലുതാണ്. ദാവീദ് പറയുകയാണ്, അവൻ എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിൽ എന്നെ കിടത്തുന്നു. ഉണങ്ങിയ ഇടത്തല്ല, അവിടെ വെള്ളമൊഴുകുന്നുണ്ട്. ഏത് സ്ഥലത്തും ഒരു പച്ചപ്പ് തരുന്നു എൻ്റെ ദൈവം. അവിടെ കൊണ്ടുപോയി അവൻ എന്നെ കിടത്തുകയുള്ളൂ. പച്ചയായതിൽ എന്നെ കിടത്തും. കർത്താവ് നമ്മുടെ ഇടയനാണ്. അവൻ നമ്മെ പേര് പറഞ്ഞ് പുറത്തു കൊണ്ടുവരുന്നു. ആ ഇടയൻ ഓരോ ആടുകളും, നമ്മുടെയൊക്കെ നാട്ടിൽ പണ്ട് ഞങ്ങളൊക്കെ പാർത്ത ഗ്രാമങ്ങളിൽ ഓരോ വീട്ടിലും ഓരോ ആടുണ്ടാവും. ആടിൻ്റെ കഴുത്തിലൊരു മണിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓരോ ആടിൻ്റെ പേര് അമ്മിണി, കിങ്ങിണി, പൊന്മണി എല്ലാം മണിയോട് ബന്ധപ്പെട്ടാണ്. ഇങ്ങനെ കിടന്ന് കിളുങ്ങും. ഒരു മണി കെട്ടിയിട്ടുണ്ട്. ഇത് ഈ ആട് അഴിച്ചു വിട്ടാൽ എവിടെയൊക്കെ പോയാലും ഈ സ്വരം കേൾക്കുമ്പോൾ അറിയാം അവർക്ക്. വീടിൻ്റെ ചുറ്റും സ്വരം കുറഞ്ഞാൽ ഉടനെ അറിയാം ഇവരോട് ദൂരെ പോയെന്ന്. അവർ വിളിക്കും, പേര് വിളിക്കുമ്പോൾ ഇതെല്ലാം വരും. അത് അതിൻ്റെ ഉടമസ്ഥൻ്റെ ആ പേര്, ആ ശബ്ദം കേട്ടാൽ ഇതിനറിയാം. കൂട്ടമായ ആടുകൾക്ക് ഇടയൻ്റെ സ്വരം വളരെയധികം തിരിച്ചറിയാം. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ മുഴുവൻ അതാണ്. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. അപ്പോൾ ഈ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ പേര് ചൊല്ലി വിളിച്ചാണ് ഈ പച്ചയായ പുൽപ്പുറങ്ങളിലോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ നമ്മൾ വായിച്ചത്, വാതിലൂടെ കിടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു. തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുവരുന്നു. എന്തിനാ പുറത്തു കൊണ്ടുവരുന്നേ? പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് ഈ ആടുകളെ കൊണ്ടുപോവുകയാണ്. സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികത്തേക്കാണ് ഈ ആടുകളെ നടത്തുന്നത്. എന്താണ് സ്വസ്ഥതയുള്ള വെള്ളം? സ്വസ്ഥതയില്ലാത്ത വെള്ളവുമുണ്ട്. ഈ മുതലകൾ പോലെയുള്ള ജീവികൾ ഈ വെള്ളത്തിൽ, അല്ലെങ്കിൽ വലിയ പാമ്പുകൾ, ഇതെല്ലാം വെള്ളത്തോട് സമീപത്ത് കിടക്കും. മലം പാമ്പുകൾ, മുതലകൾ, ഇതെല്ലാം ആടുകളെ ആക്രമിക്കും. അതിനെ വിഴുങ്ങാൻ നിൽക്കുന്ന ജീവികളാണിത്. ഈ വെള്ളം സ്വസ്ഥതയുള്ള വെള്ളമാണെങ്കിൽ ഈ ആടുകൾക്കെല്ലാം കൂട്ടമായി ചെന്ന് ഈ പുല്ല് തിന്ന ശേഷം അവിടെ നിന്ന് വെള്ളം കുടിക്കാം. അല്ലെങ്കിൽ ഇതിനകത്ത് പലതും ആ ജീവികളുടെ, ശത്രുജീവികളുടെ വായ്ക്കകത്താവും. എന്നാൽ ഇടയൻ നോക്കും, ജലാശയം സ്വസ്ഥമാണോ. ഇടയൻ നോക്കും, പച്ചയായ പുൽപ്പുറങ്ങളാണോ. ആരാണിത് നോക്കേണ്ടത്? നമ്മളാണോ പച്ചപ്പ് നോക്കേണ്ടത്? നമ്മളാണോ സ്വസ്ഥതയുള്ള വെള്ളം നോക്കേണ്ടത്? അല്ല, ദൈവമാണ്. ആടുകൾക്ക് ഇതൊന്നും തിരഞ്ഞെടുക്കാനുള്ള ശേഷിയില്ല, കഴിവില്ല. സ്വന്തമായ തിരഞ്ഞെടുപ്പുകളും സ്വന്തമായ തീരുമാനശേഷിയുള്ളവരെ നോക്കിയേ, അവരുടെ ജീവിതത്തിൽ ഭയങ്കര പരാജയമായിരിക്കും. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചവരെ നോക്കിയേ, അവർ ഭയങ്കര വിജയികളാണ്. സ്വന്തം കഴിവിൽ ആശ്രയിച്ചവർ നോക്കുമ്പോൾ നിറയെ പണം കാണും, നല്ല വാഹനങ്ങളിൽ പോകുന്നു, വലിയ മണിമാളികകളിൽ പാർക്കുന്നു. എന്നാൽ അവരുടെ ജീവിതം വലിയ പരാജയമാണ്. എന്നാൽ ദൈവം നടത്തിയ പലരെ നോക്കിയേ, അവർക്ക് വീടുകളുമുണ്ട്, അവർക്ക് നല്ല വാഹനവുമുണ്ട്, അവരുടെ വീട്ടിൽ സ്വസ്ഥതയുടെ ഒരവസ്ഥയുണ്ട്. അവിടെ കലഹമില്ല. അഥവാ ഒരു കലഹത്തിൻ്റെ അന്തരീക്ഷം വന്നാൽ ഉടനെ അത് കെട്ടുപോകും. സമാധാനം നദി അവരുടെ ജീവിതത്തിലുണ്ട്. ദൈവം ഇസ്രായേൽ മക്കളെ വിളിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ പാർക്കാൻ പോകുന്ന ദേശം പാലും തേനും ഒഴുകുന്ന ദേശമാണ്. ഞാൻ നിങ്ങളെ അവിടെ കൊണ്ടുപോയി
അവിടെയുള്ള ജാതികളെ നീക്കി ഞാൻ നിങ്ങളെ അവിടെ പാർപ്പിക്കും. ഒരു ഇടയനെ പോലെ ദൈവം ഇസ്രായേൽ മക്കളെ നടത്തി. എവിടെ നിന്നാ കൊണ്ടുപോയത്? ഫറവോന്റെ ഇഷ്ടിക ചൂളയിൽ അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്നവരെ അടിമപ്പണിയിൽ നിന്നും, ദാരിദ്ര്യത്തിൽ നിന്നും, വേദനകളിൽ നിന്ന്, കഷ്ടതകളിൽ നിന്ന് വിടുവിച്ച് ചെങ്കടൽ കടത്തി മരുഭൂമിയിലൂടെ കൊണ്ടുപോയി. മരുഭൂമിയിൽ മന്ന, സ്വർഗത്തിലെ ദൂതന്മാരുടെ ഭക്ഷണം കൊടുത്ത്, പാറയിൽ നിന്ന്, തീക്കൽ പാറയിൽ നിന്ന് നദികളെ പുറപ്പെടുവിച്ച് അവർക്ക് അതിനെ ഒഴുക്കിക്കൊടുത്ത് അവരുടെ ആവശ്യങ്ങൾക്കെല്ലാം വേണ്ടത് കൊടുത്ത് ജയോത്സവമാക്കിയാണ് അവരെ നടത്തിയത്. അതിനിടയിൽ സീഹോൻ, ഓഗ് പോലെയുള്ള 2 രാജാക്കന്മാർ ഇവർക്ക് നേരെ വലിയ സൈന്യമായിട്ട് വന്നു. മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ഇവർക്ക് എങ്ങനെ അതിനെ ജയിക്കാൻ കഴിയും? എന്നാൽ ഈ 2 രാജ്യങ്ങളെയും ഇസ്രായേൽ മക്കൾ തോൽപ്പിച്ചു കളഞ്ഞു. ഇവർ മിസ്രൈമിൽ നിന്ന് വരുന്നവരാണ്, ഇവരാരും പട്ടാളക്കാരല്ല. എന്നാൽ ഇവരുടെ നേരെ 2 വലിയ മഹാന്മാരായ രാജാക്കന്മാർക്ക് അവരുടെ സൈന്യത്തിന് നിൽക്കാൻ കഴിഞ്ഞില്ല. ദൈവം നടത്തുന്നവർ എവിടെ പോയാലും ജയമാണ്. എൻ്റെ ആടുകളെ ഞാൻ പേര് ചൊല്ലി വിളിക്കും, അവരെല്ലാവരും എൻ്റെ ശബ്ദം കേട്ട് എന്നെ അനുഗമിക്കും. മോശ അവരെ വിളിച്ചപ്പോൾ അവർ കേട്ടത് ദൈവശബ്ദമാണ്. മോശ പറഞ്ഞത് മോശയുടെ ശബ്ദമല്ല. മോശ പറഞ്ഞത് ദൈവം ഇപ്രകാരം പറയുന്നു, ഞാൻ നിങ്ങളെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകും. നിങ്ങളുടെ കഷ്ടത ഞാൻ കണ്ടു. മോശ കണ്ടു എന്നല്ല, അഹരോൻ കണ്ടെന്നല്ല, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. അവരുടെ നിലവിളി കേട്ടിരിക്കുന്നു. ഇടയനാരാണ്? കർത്താവ്. ആ കർത്താവാണ് മോശയെ അയച്ചത്. എന്തിനാണ് വൃദ്ധനായ ഒരു മനുഷ്യനെ അയച്ചത്? ദൈവത്തിന് ആരെ ഉപയോഗിക്കാൻ കഴിയും എന്ന് കാണിക്കുവാൻ. 2, ദൈവത്തിനു വേണ്ടി നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടായ ഒരുവനെ അവനെ ദൈവം തള്ളിക്കളയില്ല എന്ന് കാണിക്കാൻ. 3, ഏതു തടിച്ച നാവുള്ള വിക്കനെയും ദൈവത്തിൻ്റെ വായാക്കാൻ കഴിയുമെന്ന് വരും കാലത്ത് ജീവിക്കുന്ന നമ്മെ ഒന്ന് പഠിപ്പിക്കേണ്ടത്. ദൈവം ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് വെളിപ്പെടുത്താൻ നമ്മെ നടത്തുന്ന ദൈവം സകലത്തിലും മതിയാകുന്നവനാണെന്ന് കാണിച്ചു തരും. പച്ചയായ പുൽപ്പുറം, സ്വസ്ഥതയുള്ള വെള്ളം. അടുത്തത് പ്രാണനെ, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തും. എല്ലാം പോസിറ്റീവാണ്. പച്ചയായ പുൽപ്പുറം, സ്വസ്ഥതയുള്ള വെള്ളം, പ്രാണനെ തണുപ്പിക്കുന്നു, നീതിപാതകളിൽ എന്നെ നടത്തുന്നു. കൂരി താഴ്വരെ കൂടി പോയാലും ഞാനൊരു അനർത്ഥവും പേടിക്കില്ല. നീ എൻ്റെ കൂടെ ഇരിക്കുന്നല്ലോ, നിന്റെ വടിയും കോലും എനിക്ക് ഉപകാരമാണ്. പരാതികളിൽ എന്തിനെന്നെ ദൈവമേ എങ്ങനെ ശിക്ഷിക്കുന്നു, ശാസിക്കുന്നു? എന്തിനാണ് എന്നെ ഇങ്ങനെ ശിക്ഷണത്തിൽ കൊണ്ടുവരുന്നത്? എല്ലാം എനിക്ക് നന്മയ്ക്കാണ്. അവിടെയെല്ലാം ദൈവത്തിന് സപ്പോർട്ടാണ്. ദാവീദിന് മനസ്സിലായി, എൻ്റെ ജീവിതത്തിൽ വന്നതെല്ലാം നന്മയ്ക്കാണ്. പരീക്ഷയ്ക്കായി സംഭവിച്ച അഗ്നി പരിശോധനയിൽ ഒരു അപൂർവ കാര്യം വന്നത് നന്മയ്ക്കാണ്. എന്നെ കൂര് താഴ്വരെ കൂടി വിട്ടാലും ഞാൻ എന്തിനു പേടിക്കണം? നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ. എൻ്റെ ശത്രുക്കൾ കാണുക, നീ എനിക്ക് വിരുന്ന് ഒരുക്കണമേ എന്നല്ല, ഒരുക്കുന്നു. നിന്ദിച്ചവരും പരിഹസിച്ചവരും കാണുക, ദൈവം എല്ലാം ചെയ്യുന്നു. ദാവീദ് പറയുക. ഇതുപോലെ എത്ര പേര് പറയും? ഇന്ന് എന്നെ ഉപദ്രവിച്ചവരും എന്നെ നശിപ്പിക്കാൻ നോക്കുന്നവരും കാണുക, ദൈവം എന്നെ മാനിക്കുന്നതാണ് അവർ കാണാൻ പോകുന്നത്. വിരുന്നെന്ന് പറഞ്ഞാൽ ശത്രുക്കൾ കാണുക, നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. അപ്പോൾ ശത്രുക്കൾ പറയും, ഇവരെ പോറ്റി പുലർത്തുന്നതും ഇവർക്ക് വലിയ വിരുന്നുകൾ ഉണ്ടാക്കുന്നതും ഇവരല്ല, ഇവരുടെ ദൈവമാണ്. കാരണം ഇവർക്ക് ഇത്രത്തോളം സന്തോഷിക്കാൻ പ്രാപ്തിയില്ല, ഇത്രത്തോളം ആഘോഷിക്കാനുള്ള കഴിവില്ല. എന്നാൽ വിരുന്ന് ദൈവം കൊടുത്തതാണ്, അല്ലെങ്കിൽ ഇവർ ഈ നിലയിലെത്തില്ല. അതായത് സൂപ്പർ നാച്ചുറൽ കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. ഇടയൻ, കർത്താവെന്ന ഇടയൻ. അടുത്തത്, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും, എൻ്റെ തലയെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എൻ്റെ പാനപാത്രം സന്തോഷം നിറഞ്ഞ് കവിയും. അടുത്തത്,
നന്മയും കരുണയും ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ഞാൻ ദൈവത്തിൻ്റെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഉറപ്പാണ്. എൻ്റെ യേശുവാണ് എന്നെ നയിക്കുന്നതെങ്കിൽ എനിക്ക് ഇനി പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ഇതാണ് ഇന്ന് നമ്മൾ ചിന്തിച്ചതിൻ്റെ രത്നച്ചുരുക്കം. യേശുവാണോ? യേശുവിനെ ഞാൻ കർത്താവ് രക്ഷകനായി സ്വീകരിച്ചോ? ഇനി എൻ്റെ ജീവിതം പുതിയതാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയതാണ്. പഴയതെല്ലാം കഴിഞ്ഞുപോയി. പഴയ ദാരിദ്ര്യം, കഷ്ടപ്പാട് എല്ലാം എടുത്തു കളയും. അതുകൊണ്ട് യേശു വിളിച്ചപ്പോൾ ബർത്യമായി ആ പുതപ്പ് താഴെയിട്ടേച്ചു പോകുന്നു. അവന് 23 സങ്കീർത്തനം അറിയാം. കർത്താവാണ് വിളിച്ചതെങ്കിൽ ഇനി ആ പഴയ ദാരിദ്ര്യത്തിൻ്റെ പുതപ്പ്, എരിഹോ വഴിയറമ്പത്ത് ഇരിക്കുന്ന അഗതികേട് ഇനി എനിക്ക് ഉണ്ടാകത്തില്ല. യേശു വിളിച്ചതാണെങ്കിൽ എനിക്ക് ആ നാറുന്ന ദാരിദ്ര്യത്തിൻ്റെ ഭിക്ഷാടനത്തിൻ്റെ പുതപ്പ് എനിക്ക് വേണ്ട. പുതപ്പ് അവൻ അവിടെ ഇട്ടേച്ച് യേശുവിൻ്റെ അടുത്തോട്ട് ചെന്നു. പിന്നെ ആ ഒരു അവസ്ഥയിലോട്ട് പോകേണ്ടിയേ വന്നില്ല. ഇതാരോടൊക്കെയോ ഉള്ള ദൈവത്തിൻ്റെ ആലോചനയാണ്. നീ യേശു വിളിച്ച വ്യക്തിയാണെങ്കിൽ, യേശുവിൻ്റെ ശബ്ദം കേൾക്കുന്ന കർത്താവിൻ്റെ ആടാണെങ്കിൽ, യേശു നിൻ്റെ ഇടയനാണെങ്കിൽ നിനക്കിനി പഴയത് ചിന്തിക്കേണ്ടിയേ വരില്ല. എല്ലാം പുതിയതായി മാറും. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. കർത്താവേ, ജീസസ് എവരിഡേ ശ്രദ്ധിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഓരോ സ്നേഹിതർക്കും, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവുമായി ഒരു അടുത്ത ബന്ധം സ്ഥാപിച്ച് ജീവിതം ഭദ്രമാക്കാൻ ഓരോരുത്തർക്കും ധൈര്യവും കൃപയും ഉണ്ടാകട്ടെ. എല്ലാ നെഗറ്റീവ് അന്തരീക്ഷങ്ങളും വീടുകൾ വിട്ടു മാറട്ടെ. ഒരു പോസിറ്റീവ് എനർജിയിൽ എല്ലാവരും ജീവിക്കട്ടെ. സൗഖ്യങ്ങളും വിടുതലുകളും അവർ കാണട്ടെ. പരിശുദ്ധാത്മാവത് ചെയ്യണം. യേശുവിൻ നാമത്തിൽ ആമേൻ. ദൈവത്തിൽ കടന്നു വിശ്വസിക്കും. ദൈവത്തിന് വേണ്ടി നിൽക്കാം. ഈ സുവിശേഷ വേലയുടെ ഒരു ഭാഗമാകാൻ ഞങ്ങളോടുകൂടെ ഒരു കൂട്ടായ്മയുടെ കൈത്താങ്ങൽ തരാൻ എത്ര പേരുണ്ട്? നമുക്കൊരുമിച്ച് പച്ചയായ പുൽപ്പുറങ്ങളും സ്വസ്ഥതയുള്ള വെള്ളവും കർത്താവിൽ നിന്ന് അനുഭവിക്കാൻ വീണ്ടും കർത്താവ് കൃപ തരട്ടെ. ആ ഇടയനെ നമുക്ക് പിൻപറ്റാം. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.